അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലുള്ള ഭരണഘടനാ ഭേദഗതികൾ തിരുത്തപ്പെടേണ്ടതല്ലേ? എന്താണ് അഭിപ്രായം? ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങളെ, കോടതികൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇലക്ഷൻ കമ്മീഷൻ, പാർലമെൻറ്റ്, നിയമസഭകൾ, ഹൈക്കോടതികൾ, മറ്റ് ജുഡീഷ്യൽ സംവിധാനത്തിലുള്ള എല്ലാ കോടതികളുടെയും അവകാശങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്, അഭയകേന്ദ്രങ്ങളാണ് കോടതികൾ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സർക്കാരിൽ നിന്നോ മറ്റ് വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള വീഴ്ച ഉണ്ടാവുകയോ നിയമപരമായിട്ടുള്ള പരിഹാരങ്ങൾ തേടുകയോ ചെയ്യുമ്പോൾ അതിന് കോടതികളെ സമീപിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. അവിടെ ഭരണഘടനാ കോടതികളെ സംബന്ധിച്ച് അവർക്ക് ആ തരത്തിലുള്ള വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിന് തുടക്കമുണ്ടാകുന്നത് 38, 40, 41, 42, 43 ഒക്കെ ഭേദഗതികൾ കൊണ്ടുവന്നുകൊണ്ട് 42ാം ഭേദഗതി വരെ 43 മുതൽ പിന്നീട് അത് തിരുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. ഈ 38ാമത്തെ ഭേദഗതി മുതൽ പ്രത്യേകിച്ച് 39ാമത്തെ ഭേദഗതി കൊണ്ടുവന്നതിലൂടെ 41ാം ഭേദഗതി കൊണ്ടുവന്നതിലൂടെയൊക്കെ ഭരണഘടനാപരമായി പ്രസിഡൻറ്റിനെ സംബന്ധിച്ച്, വൈസ് പ്രസിഡൻറ്റിനെ സംബന്ധിച്ച്, സ്പീക്കറെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അവരുടെയെല്ലാം തെരഞ്ഞെടുപ്പുകൾ ചോദ്യം ചെയ്യാനോ അവരുടെയെല്ലാം നടപടികൾ ചോദ്യം ചെയ്യാനോ കഴിയാത്ത സാഹചര്യമുണ്ടായി. നമ്മുടെ കേരളമടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഈ തരത്തിലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോയിട്ടുള്ള കേസുകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള നിയമ നടപടികൾ അതെല്ലാം പിന്നീട് റദ്ദ് ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഫ്രീസറിലാവുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഒരു മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസും കോടതികൾക്ക് പരിഗണിക്കാൻ കഴിയാത്ത അത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സ്ക്രീനിങ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക്, പ്രത്യേകിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന്, വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ക്രീനിങ് നടത്തുന്ന സംവിധാനം, അതെല്ലാം പോലീസിലേക്കും ഭരണകൂടത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഏത് വാർത്തയും അച്ചടിക്കുന്നതിന് മുൻപ് സ്ക്രീൻ ചെയ്യുക, അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ, സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ, ഇതെല്ലാം തന്നെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ തരത്തിൽ മാധ്യമങ്ങൾക്ക് സെൻസർ ഏർപ്പെടുത്തിയത്. ആ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതോടുകൂടി ജനാധിപത്യ പ്രക്രിയയിൽ നടക്കുന്ന ഒരു വിഷയവും സാധാരണക്കാർക്ക് അറിയാൻ കഴിയാത്ത, ഗവൺമെൻറ് തലത്തിലുള്ള ഒരു വിഷയവും ജനങ്ങൾക്ക് അറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അപ്പോൾ വിവരാവകാശത്തെയും വിവര സംവിധാനങ്ങളെയും നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും സുപ്രധാനമായി ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളുടെ നിയമനത്തെ സംബന്ധിച്ചോ നടപടികളെ സംബന്ധിച്ചോ ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായത്. നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഏറ്റവും കൂടുതൽ തിരുത്തപ്പെട്ടത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലാണ്. 42ാം ഭേദഗതി എന്ന് പറഞ്ഞ് അന്ന് അടിയന്തരാവസ്ഥയുടെ സമയത്ത് കൊണ്ടുവന്ന 59 പ്രധാനപ്പെട്ട ഭേദഗതികൾ അന്ന് പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുത്തു എന്നതാണ്. കാരണം എതിർ ശബ്ദങ്ങളില്ല. പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ MP-മാർ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അവരെ സംബന്ധിച്ച് അവർ ജയിലിലായിരിക്കും. അവർക്ക് അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സാഹചര്യമില്ല. ഇനി അഭിപ്രായം രേഖപ്പെടുത്തുന്ന ആളുകളാണെങ്കിൽ പോലും, MP-മാരാണെങ്കിൽ പോലും, നേതാക്കന്മാരാണെങ്കിൽ പോലും അവരുടെ ഒന്നും ശബ്ദങ്ങൾ അംഗീകരിക്കപ്പെടാനോ അതെല്ലാം ചെവിക്കൊള്ളാനോ കഴിയാത്ത നാമമാത്രമായിട്ടുള്ള ശുഷ്കമായിട്ടുള്ള ഒരു രീതിയിലേക്ക് സർക്കാരിന് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അടൽ ബിഹാരി വാജ്പേയിയെ പോലെ, അഡ്വാനിജിയെ പോലെ, അതോടൊപ്പം തന്നെ മധു ബന്ദോപാധ്യായെ പോലെയുള്ള നേതാക്കന്മാർ അന്ന് ശക്തമായി അടിയന്തരാവസ്ഥക്കെതിരെ പാർലമെൻറ്റിൽ 42ാം ഭേദഗതി കൊണ്ടുവന്നപ്പോൾ നിലപാട് സ്വീകരിച്ച ആളുകളാണ്. പാർലമെൻറ്റിന് പുറത്ത് നിലപാട് സ്വീകരിച്ച ആളുകളാണ്. അതുപോലെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും, അന്ന് ജനതാ പാർട്ടിയുടെ, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ, ജനസംഘത്തിൻ്റെ ഒക്കെ പല നേതാക്കന്മാരും അന്ന് ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഈ ഭേദഗതികൾക്കെതിരെ സംഘടിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി നിലനിന്നിരുന്നൊരു സർക്കാരിന് അവരുടെ അഭിപ്രായമല്ലാത്ത മറ്റൊരു അഭിപ്രായത്തെ അംഗീകരിക്കാനോ ആ അഭിപ്രായം അല്ലാതെ മറ്റൊരു അഭിപ്രായം നടപ്പാക്കാനോ ശക്തമായിട്ടുള്ള ഏകാധിപത്യ പ്രവണത ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട്, ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട്, പാർലമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട്, ചർച്ചകളില്ലാതെ, ജനാധിപത്യ പ്രക്രിയയുടെ ഒരു നടപടികളും പൂർത്തിയാക്കാതെ ഭേദഗതികൾ കൊണ്ടുവന്നു.
അപ്പോൾ അധികാരം കേന്ദ്രീകരിക്കുക എന്നുള്ളതിലേക്ക് മാറി. അപ്പോൾ 42ാം ഭേദഗതിയിലാണ് പ്രിയാമ്പിൾ മാറ്റുന്ന സാഹചര്യമുണ്ടായത്. നമ്മുടെ ഭരണഘടനയുടെ ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ചർച്ചകളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പൂർണ്ണമായും നടന്നിട്ടുള്ള ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഭരണഘടനയുടെ ആമുഖത്തെ പുതുതായി വാക്കുകൾ ചേർത്തുകൊണ്ട് പുതുതായി വിവക്ഷകൾ കൊണ്ടുവന്നുകൊണ്ട് ആ ആമുഖത്തെ പൂർണ്ണമായും അതിൻ്റെ അന്തസ്സത്തെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മാറ്റി. അപ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കുന്നവരാണ് ഇന്ന് പറയുന്ന നേതൃത്വം, ഇന്ന് പറയുന്ന നേതാക്കന്മാർ, ഇന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ, അവർ ഭരണഘടനയെ ഒരു കാലഘട്ടത്തിൽ നിഷ്കരുണം ഭേദഗതി വരുത്തുക മാത്രമല്ല ഇല്ലാതെയാക്കി എന്നുള്ളതാണ്. ഭരണഘടനയുടെ അന്തസ്സത്തെ എന്താണ് പ്രധാനമായും വ്യക്തികളെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിലെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, മൗലിക അവകാശങ്ങൾക്ക് വില കൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത്. ഇതെല്ലാം മാറ്റപ്പെട്ടു, ഇതെല്ലാം തൃണവൽഗണിക്കപ്പെട്ടു, ഇതെല്ലാം നിഷ്കരണം ഒഴിവാക്കപ്പെട്ടു. ആ സാഹചര്യത്തിലാണ് ഈ 42ാം ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് സർക്കാർ പ്രധാനപ്പെട്ട പല ആർട്ടിക്കിളുകളും മാറ്റുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഭരണഘടനയെ പൂർണ്ണമായും തന്നെ മാറ്റുക എന്നുള്ളതിന് തത്തുല്യമായ രീതിയിൽ ഭേദഗതികൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. 47-ൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഭരണഘടന 50-ൽ നിലവിൽ വന്നതിന് ശേഷം ഇത്രയധികം വെല്ലുവിളി നേരിട്ടൊരു കാലഘട്ടം ആ അടിയന്തരാവസ്ഥയുടെ 19 മാസക്കാലത്തെ ഭേദഗതികൾ കൊണ്ടുവന്നത് മാത്രമല്ലല്ലോ, മറ്റ് ഭരണഘടനാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. സർക്കാരുകൾ പിരിച്ചുവിടപ്പെട്ടു, സർക്കാരുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി, രാഷ്ട്രീയ നേതാക്കന്മാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിലടക്കം എത്രയോ ആളുകൾ ജയിലിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ച് ജീവിച്ച് പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി, മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിൽ 7 കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് ഉണ്ടായിരുന്നത്. ആ 7 കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് പാർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇത് കേരളത്തിലെ ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. രാജ്യത്ത് 100 കണക്കിന് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തീർത്തുകൊണ്ട് നിരന്തരമായി നടത്തിയിട്ടുള്ള ജനാധിപത്യ വേട്ട അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഭരണത്തിൽ ഇരിക്കുന്ന മന്ത്രിമാർ മാത്രമല്ല, മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്ന സഹായികൾ, അവരുടെ മക്കൾ, അവരുമായി ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരെല്ലാം തന്നെ ഈ ജനാധിപത്യ കശാപ്പിൻ്റെ കാലഘട്ടത്തിൽ അവരുടേതായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ, സമര സേനാനികൾക്ക് നേരെ, അടിയന്തരാവസ്ഥ എതിർക്കുന്ന ആളുകൾക്ക് നേരെ, അഭിപ്രായം പറയുന്നവർക്ക് നേരെയെല്ലാം മർക്കടമുഷ്ടി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസ് രാജ്യത്ത് നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണിത്. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് നമ്മൾ പറയുന്ന ജനാധിപത്യ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ അവർ ഭരിക്കുമ്പോഴാണ് ഈ ജനാധിപത്യ ധ്വംസനം നടന്നത് എന്നുള്ളതാണ്. അപ്പം ഭരണഘടനയെ അട്ടിമറിക്കുന്ന, ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന ഇത്രയും സുപ്രധാനമായിട്ടൊരു കാലഘട്ടം അടിയന്തരാവസ്ഥയിലില്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ 42ാം ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആദ്യമുണ്ടായ ഭരണഘടനയ്ക്ക് ഏതാണ്ട് തത്തുല്യമായ, ഏതാണ്ട് സമാനമായ ഒരു പ്രത്യേകമായിട്ടുള്ള ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടി കഴിഞ്ഞു, അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് തിരുത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഭരണഘടന അംബേദ്കറുടെ കാലഘട്ടത്തിലുണ്ടായ ഭരണഘടന ബാബാ സാഹേബ്ജി കൊണ്ടുവന്ന ചർച്ചകളുടെയും വലിയ വിശകലനത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഭരണഘടനയെ പൂർണ്ണമായും അതിൻ്റെ അന്തസ്സത്തെ ഇല്ലാതെയാക്കുന്ന, എന്ന് പറഞ്ഞാൽ അവകാശങ്ങളെ നിഷേധിക്കുന്ന, അധികാരങ്ങളെ നിഷേധിക്കുന്ന, വ്യക്തി സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഭേദഗതികളും 44ാം ഭേദഗതിയിലൂടെ അതെല്ലാം കുറേയൊക്കെ തിരുത്തപ്പെട്ടു, പക്ഷെ പൂർണ്ണമായും അത് മാറ്റപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭരണഘടനയ്ക്ക് അനുസൃതമല്ലാത്ത, ചർച്ചകളില്ലാത്ത, പാർലമെൻറ്റിൽ ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ എല്ലാ അമെൻമെൻറ്റ്സും വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാകണം, വീണ്ടും ജനാധിപത്യ പ്രക്രിയയിലൂടെ അത് കടന്നു പോകണം. ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ ഭേദഗതികളും ഒരു ജനാധിപത്യപരമായ ചർച്ചക്കും കൂടുതൽ ചർച്ചകൾക്കും പാർലമെൻറ്റിന് പുറത്തും വിധേയമാകുന്നതിൽ ഒരു തെറ്റും കാണേണ്ടതില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.